8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ അക്കീദയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണിത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, യോജിപ്പിക്കാം. കോളത്തിൽ തന്നിട്ടുണ്ട്. കാഴ്ച നൽകുന്നു, കിത്തുമാൻ, കഴിവില്ലാത്തവൻ, ഒട്ടകം, കൈ പ്രകാശിക്കുന്നു, ഖാദിർ, ഹാഫൂൻ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മൂസ അലൈഹിസ്സലാം കൈ പ്രകാശിക്കുന്നു. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മോജിസത്താണ്. കൈ പ്രകാശിക്കുന്നു, വടി പാമ്പാകുന്നു, കല്ല് പിളർന്ന് വെള്ളം വരുന്നു. ഇവിടെ തന്നിട്ടുള്ള ഉത്തരം കൈ പ്രകാശിക്കുന്നു. 2, കഴിവുള്ളവൻ ഖാദിർ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ്. 3, മറച്ചുവെക്കൽ കിത്മാൻ മറച്ചുവെക്കൽ. അംബിയ മുർസലുകളുടെ വിശേഷണങ്ങൾ. മുസ്തഹിലായ സിഫത്താണ് കിത്മാൻ, മറച്ചുവെക്കൽ. 4, സ്വാലിഹ് നബി അലൈഹിസ്സലാം ഒട്ടകം. പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു. സ്വാലിഹ് നബിയുടെ മോജിസത്താണ്. 5, അർഷിനെ ചുറ്റുന്നവർ. മലക്കുകളിലെ ഒരു വിഭാഗമാണ് അർഷിനെ ചുറ്റുന്നവർ. ഹാഫൂൻ അർഷിനെ ചുറ്റുന്നവർ. അടുത്തത് ഈസ അലൈഹിസ്സലാം കാഴ്ച നൽകുന്നു. ഈസാ നബി അലൈഹിസ്സലാം കാഴ്ച നൽകുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നു, മാറാവ്യാധി സുഖപ്പെടുത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാം അന്ധർക്ക് കാഴ്ച നൽകുന്നു. ഇവിടെ ഉത്തരം കാഴ്ച നൽകുന്നു. 7, കൗനുഹു ആജിസൻ കഴിവില്ലാത്തവനാവൽ. അള്ളാഹുവിൻ്റെ മുസ്തഹിലായ സിഫത്താണ് കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. അള്ളാഹുവിന് ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത സിഫത്താണ് മുസ്തഹിലായ സിഫത്ത്. അടുത്തത് വിപരീതം എഴുതാം. 1, ബലാദത്തുൻ ബുദ്ധിമാന്ദ്യം. അതിൻ്റെ വിപരീതം ഫത്താനത്ത് ബുദ്ധികൂർമ്മത. ബലാദത്തുൻ ബുദ്ധിമാന്ദ്യം, അതിൻ്റെ വിപരീതം ഫത്താനത്തുൻ ബുദ്ധികൂർമ്മത. അംബിയ മുർസലുകളുടെ വിശേഷണങ്ങൾ. അതിൽ നിന്നാണ് ചോദ്യം. ബലാദത്തുൻ ഫത്താനത്തുൻ. രണ്ടാമത്തെ ഫത്താനത്തുൻ, അതിൻ്റെ വിപരീതം ബലാദത്തുൻ ബുദ്ധികൂർമ്മത, അതിൻ്റെ വിപരീതം ബലാദത്തുൻ ബുദ്ധിമാന്ദ്യം. അടുത്തത് ബക്കാഉൻ അന്ത്യമില്ലാതിരിക്കൽ, അതിൻ്റെ വിപരീതം ഫനാഉൻ നശിക്കൽ. അടുത്തത് 4, തബ്ലിയ എത്തിച്ചു കൊടുക്കൽ, അതിൻ്റെ വിപരീതം കിത്മാൻ മറച്ചുവെക്കൽ. അടുത്ത നോക്കൂ, പൂർത്തിയാക്കാം. ഹും ആദമുൻ, അതിൻ്റെ ബാക്കി ഇദ്രീസു നൂഹുൻ ഹൂദുമാർ. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമാർ. രണ്ടാമത്തെ സ്വാലിഹ് വൈബ്രാഹീമു കുല്ലും മുത്തബ. അതൊക്കെ നന്നായി പഠിച്ചു വെക്കട്ടോ. 25 നബിമാരുടെ പേരാണത്. ആ ബൈത്ത് പഠിച്ചു വെക്കാം. മൂന്നാമത്തെ ലാ യഅസൂനല്ലാഹ ഡാഷ്. ഉത്തരം ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. മലക്കുകൾ എന്നുള്ള പാഠത്തിൽ നിന്നാണ് കേട്ടോ ഈ ചോദ്യം. അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവർ എതിര് പ്രവർത്തിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നാലാമത്തെ ഇല്യാസു മൂസ ഡാഷ്. ഉത്തരം ഇല്യാസു മൂസ സക്കരിയ വയഹ്യ. ഇല്യാസു മൂസ. ഉത്തരം എഴുതാം. ഒന്നാമത്തെ മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും നബിമാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരം നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും നബിമാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. 2, ബിദ്അത്തുൻ ലലാലത്ത് എന്നാൽ എന്ത്?
ബിദ്അത്തുൻ ലലാലത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് ബിദ്അത്തുൻ ലലാലത്ത്. ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് ബിദ്അത്തുൻ ലലാലത്ത്. ബിദ്അത്തുൻ ഹസനത്തും കൂടെ പഠിച്ചു വെക്കട്ടോ. പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്തുൻ ഹസനത്ത്. ബിദ്അത്തുൻ ഹസനത്ത് നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്തുൻ ഹസനത്ത്. അടുത്തത് മൂന്നാമത്തെ, മുർസലുകളുടെ എണ്ണം എത്ര? മുർസലുകളുടെ എണ്ണം 313 313. 1,24,000 നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. അവരിൽ 313 പേർ മുർസലുകളാണ്, 5 പേർ ഊലുൽ അസ്മുകളാണ്. 4. സുന്നത്ത് എന്നാൽ എന്ത്? സുന്നത്ത് എന്നാൽ എന്ത്? ഉത്തരം നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് സുന്നത്ത്. നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് സുന്നത്ത്. 5. സഫറത്ത് വിഭാഗത്തിൻ്റെ ജോലി എന്ത്? സഫറത്ത് വിഭാഗം, മലക്കുകളിലെ സഫറത്ത് വിഭാഗത്തിൻ്റെ ജോലി എന്ത്? ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവരാണ് സഫറത്ത് വിഭാഗം. അർത്ഥം എഴുതാം. ഒന്നാമത്തെ, മൻ അഹ്ദസ ഫി അംറിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതിൻ്റെ അർത്ഥമാണ് എഴുതേണ്ടത്. ആരെങ്കിലും നമ്മുടെ മതത്തിൽ അതിലില്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതിൻ്റെ അർത്ഥം, ആരെങ്കിലും നമ്മുടെ മതത്തിൽ അതിലില്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അടുത്തത് 4 എണ്ണം എഴുതുക. ഖിയാമത്ത് നാളിൻ്റെ 4 അടയാളങ്ങൾ. ഖിയാമത്ത് നാളിൻ്റെ 4 അടയാളങ്ങൾ. അതിൻ്റെ ഉത്തരം, ഉഹ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക, അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, പൊതുമുതൽ സ്വന്തമാക്കുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക, സദ്വൃത്തരായ പൂർവികർ ആക്ഷേപിക്കപ്പെടുക, ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടിയല്ലാതെ പഠിക്കുക. ഇതിൽ നിന്നും എളുപ്പത്തിലുള്ള 4 എണ്ണം എഴുതിയാൽ മതി. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു.